എല്ലാവർക്കും സ്വാഗതം. ഞാൻ റൂത്ത് ജോൺസൺ. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കാം. ഇപ്പൊ നമ്മളൊരു കടയിൽ പോവുകയാണേ. ചെന്നപ്പോ ദാ ആ കട അടഞ്ഞു കിടക്കുന്നു. കട അടഞ്ഞു കിടക്കുകയാണ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? നമുക്ക് പറയാം ദ ഷോപ്പ് ഈസ് ക്ലോസ്ഡ്. ദ ഷോപ്പ് ഈസ് ക്ലോസ്ഡ്. ഇതെങ്ങനെയാ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്കറിയാമല്ലോ, അടയ്ക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് ടു ക്ലോസ്. ഈ ക്ലോസ് എന്ന് പറയുന്ന ക്രിയാപദത്തിന് സന്ദർഭത്തിനനുസരിച്ച് 3 ഫോംസ് ഉണ്ട്. ദാ ഇങ്ങനെ: ക്ലോസ്, ക്ലോസ്ഡ്, ക്ലോസ്ഡ്. അപ്പൊ കട അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഈ 3ാമത്തെ ഫോമായ ക്ലോസ്ഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ കാര്യമായതുകൊണ്ട് ദ ഷോപ്പ് ഈസ് ക്ലോസ്ഡ് എന്ന് നമ്മൾ പറയും. മറ്റൊരു ഉദാഹരണം നോക്കിയാലോ. പലപ്പോഴും ഫോണിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരാറുണ്ട്: യുവർ സെൽഫോൺ പ്ലാൻ ഈസ് എക്സ്പയർഡ്. എന്താ ഇതിന്റെ അർത്ഥം? നിങ്ങളുടെ സെൽഫോൺ പ്ലാനിന്റെ കാലാവധി തീർന്നിരിക്കുകയാണ്. കാലാവധി തീരുന്നതിനുള്ള വാക്കാണ് ടു എക്സ്പയർ. അപ്പൊ കാലാവധി തീർന്നിരിക്കുന്ന അവസ്ഥയെപ്പറ്റി പറയാനായിട്ട് എക്സ്പയറിന്റെ 3rd ഫോം ആയിട്ടുള്ള എക്സ്പയർഡ് ഉപയോഗിച്ചു. യുവർ സെൽഫോൺ പ്ലാൻ ഈസ് എക്സ്പയർഡ്. അതായത് ഫോണിന്റെ അവസ്ഥ ഇതാണ്: പ്ലാൻ എക്സ്പയർ ആയിരിക്കുകയാണ്, ഇതിൽ നിന്ന് ഇനി ആരെയും വിളിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് എടുക്കാം. നമുക്ക് പറയണം ഞാനാകെ ആശയക്കുഴപ്പത്തിലാണെന്ന്. ആശയക്കുഴപ്പത്തിന്റെ വാക്കാണ് കൺഫ്യൂസ്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഐ എം കൺഫ്യൂസ്ഡ് എന്ന്. ഐ എം കൺഫ്യൂസ്ഡ്. ശരിക്കും ഇതെന്താണ്? നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. അപ്പൊ അയാൾ ക്ഷീണിതനാണ് എന്നെങ്ങനെ പറയും? ക്ഷീണിക്കുന്നതിന്റെ വാക്കാണ് ടു ടയർ. അയാൾ ക്ഷീണിതനാണ്. ഹി ഈസ് ടയേർഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ കണ്ടിരുന്നു ഹി ഈസ് ഗോൺ എന്നുള്ള പ്രയോഗം. അതായത് അയാളുടെ അവസ്ഥ ഇതാണ്: അയാളെ ഇപ്പൊ കാണാനില്ല, അയാൾ മുങ്ങി. ഹി ഈസ് ഗോൺ. അപ്പോ ഇതുവരെ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ ക്ലിയർ ആയല്ലോ. ഒരാളുടെയോ വസ്തുവിന്റെയോ അവസ്ഥയെപ്പറ്റി പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയുക? അവിടെയുള്ള ക്രിയാപദം ഏതാണോ അതിന്റെ 3rd ഫോം ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി നമുക്ക് നമ്മൾ കണ്ട ആദ്യത്തെ എക്സാമ്പിളിലേക്ക് ഒന്നുകൂടെ ഒന്ന് പോകാമേ. കട അടഞ്ഞു കിടക്കുന്നു. ദ ഷോപ്പ് ഈസ് ക്ലോസ്ഡ്. ഇവിടെ വരെ എല്ലാം ഓക്കെ ആണല്ലോ. എന്നാൽ കട തുറന്നാണിരിക്കുന്നതെങ്കിലോ? അപ്പൊ ഇത്രയും നേരം കണ്ട ഉദാഹരണങ്ങൾ അനുസരിച്ച് നമുക്ക് തോന്നും തുറക്കുന്നതിനുള്ള വാക്ക് ടു ഓപ്പൺ ആണല്ലോ. അപ്പൊ കട തുറന്നിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് ദ ഷോപ്പ് ഈസ് ഓപ്പൺഡ് എന്ന് പറയാമല്ലോ എന്ന്. എന്നാൽ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണേ. കട തുറന്നിരിക്കുകയാണ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ദ ഷോപ്പ് ഈസ് ഓപ്പൺ എന്നാണ്. അപ്പൊ കടയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കട തുറന്നിരിക്കുകയാണ്, നമുക്ക് പോയി സാധനങ്ങൾ വാങ്ങാം. ദ ഷോപ്പ് ഈസ് ഓപ്പൺ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഈ ചോദ്യം വരുന്നില്ലേ: എന്തുകൊണ്ടാണ് ദ ഷോപ്പ് ഈസ് ഓപ്പൺഡ് എന്ന് പറയാഞ്ഞത്? തുറന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് ഓപ്പൺ എന്നാണ് പറയുന്നത്. അതാണ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസ്. എന്നാൽ ദ ഷോപ്പ് ഈസ് ഓപ്പൺഡ് എന്ന് പറയുമ്പോൾ കട തുറക്കുന്ന ആ ക്രിയയില്ലേ, അതിനാണ് കൂടുതൽ ഫോക്കസ് വരുന്നത്. അപ്പൊ നമുക്ക് പറയാം ദ ഷോപ്പ് ഈസ് ഓപ്പൺഡ് ബൈ ദ മാനേജർ. അപ്പൊ അതെന്താ അർത്ഥമാക്കുന്നത്? കട മാനേജറാണ് തുറക്കാറുള്ളത്. ഗ്രാമർ അനുസരിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കട മാനേജറാലാണ് തുറക്കപ്പെടുന്നത് എന്ന് വരും. എന്തായാലും ദ ഷോപ്പ് ഈസ് ഓപ്പൺഡ് ബൈ ദ മാനേജർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് ചിത്രമാണ് വരേണ്ടത്? മാനേജർ ഇങ്ങനെ കടയുടെ ഷട്ടർ ഉയർത്തുന്ന രംഗം. അപ്പൊ എന്താ നമുക്ക് മനസ്സിലായത്? ദ ഷോപ്പ് ഈസ് ഓപ്പൺഡ് എന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ തുറക്കുന്ന ക്രിയയ്ക്കാണ് പ്രാധാന്യം. എന്നാൽ തുറന്നിരിക്കുകയാണ് എന്ന് പറയാൻ ദ ഷോപ്പ് ഈസ് ഓപ്പൺ എന്ന് വേണം പറയാൻ. ഒരു സാധാരണക്കാരന് മനസ്സിലാകാൻ വേണ്ടിയുള്ള രീതിയിലാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗ്രാമർ ടേംസ് ഒന്നും ഉപയോഗിക്കാതെ ഈ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ? അഭിപ്രായം പറയാൻ മറക്കല്ലേ. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഞായറാഴ്ചകളിൽ കട അടവാണ്. ദ ഷോപ്പ് ഈസ് ക്ലോസ് ഓൺ സൺഡേസ് ആണോ ക്ലോസ്ഡ് ഓൺ സൺഡേസ് ആണോ? ക്വസ്റ്റ്യൻ നമ്പർ 2. എല്ലാ ദിവസവും കട
രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെ തുറന്നു പ്രവർത്തിക്കും. ദ ഷോപ്പ് ഈസ് ഓപ്പൺ ആണോ ഓപ്പൺഡ് ആണോ? എവറി ഡേ ഫ്രം 9 AM to 7 PM. അപ്പൊ ഇതൊന്ന് കമന്റിൽ ഇടുമല്ലോ. ഇതുപോലെ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ചാനൽ. സീ യു സൂൺ.